ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തി തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് യോഗ TTC കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കാർഡിൻ്റെ അകത്തും നിങ്ങളുടെ സെയിം എനർജി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അയാളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു, അത് ഭയങ്കര ഡെപ്തിലുള്ളതും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹം പുറത്തോട്ട് കാണിക്കാതെ ഉള്ളിൽ സൈലൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും അറിയാം നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം കോണ്ടാക്റ്റ് ചെയ്യാത്തതാണ്. നിങ്ങൾ എത്രയൊക്കെ ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹവും ഇപ്പോഴും ഉണ്ട് എന്ന് അവർക്കറിയാം. അത് ശരിക്കും പറഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ടും ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സ്നേഹം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം സംസാരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ അവർക്ക് ശരിക്കും നല്ല രീതിയിലൊരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ദൂരെ ആണെങ്കിലും നിങ്ങളോട് കണക്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ടും ഇപ്പോൾ ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തിയും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു നല്ല ഒരു എന്താ പറയുക, ഒരു അകൽച്ചയുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. പക്ഷെ നീ ആദ്യം വരും എന്നോർത്താണ് ആ ഒരു പേഴ്സൺ അവിടെ ഇരിക്കുന്നത്. അയാൾക്കും നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ അയാളോട് ഇപ്പോഴും എങ്ങനെയാണോ ഇഷ്ടം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന്. അതോടൊപ്പം നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഒരു പേഴ്സൻ്റെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നല്ലതുപോലെ ആ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും ആവത്തിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. വാട്സാപ്പ് സ്റ്റാറ്റസും വാട്സാപ്പിൽ ഓൺലൈൻ വരുന്നതും പോകുന്നതും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റുകളും മെസ്സേജസും ഓരോ വേർഡ്സും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ട് നീ ഇപ്പോഴും എന്നെ ചിന്തിക്കുകയാണോ എന്നൊക്കെ ചില സമയത്തൊരു സംശയമുണ്ട്. എങ്കിലും അവർക്ക് ഈ ഒരു സൈലൻസ് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ അതുകൊണ്ടാണല്ലോ നിങ്ങളെ സോഷ്യൽ മീഡിയ വഴിയും അതല്ലാതെയും ഒക്കെ നിങ്ങളെ അറിയാതെയൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും കൊളീഗ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നിങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, അപ്ഡേറ്റഡ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്നുണ്ട്. പക്ഷേ ഒരു ഈഗോ ഉള്ളത് കൊണ്ട് കാരണം അയാൾ മുന്നോട്ട് വരാൻ മടിച്ച് പതുക്കെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അയാൾ അറിയുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അറിയുന്നുണ്ട്. അയാൾക്ക് അറിയാതിരുന്നു കഴിഞ്ഞാൽ ഒരു സമാധാനവും ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അയാൾ നിങ്ങളെ ഓരോ തരത്തിലുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയും അതല്ലാതെയൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരു ഗട്ട് ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളും ആ ഒരു പേഴ്സണെ നോക്കുകയാണെങ്കിൽ പുറത്ത് അയാൾ കാണിക്കുന്നില്ല അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതൊന്നും നിങ്ങളോട് മിണ്ടാതിരിക്കുന്നതിൽ അയാൾക്ക് പ്രശ്നമുള്ളതായിട്ട്. അയാളുടെ ജീവിതമായിട്ട് വളരെ ബിസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു തേർഡ് പേഴ്സൺ അല്ല, വേറൊരാൾക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോയതിലും ബ്രേക്കപ്പ് ആയതിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിലൊന്നും ഒരു ബിസിയില്ല. അയാളുടെ ജീവിതമായിട്ട് ഫൈനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബിസിയാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ അയാൾക്ക് വളരെ വലിയൊരു ഭാരമുണ്ട്. അയാളുടെ ഹാർട്ട് ചക്ര അവിടെ വല്ലാത്തൊരു എന്തോ ഒരു സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നാറുണ്ട്.
അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, റിഗ്രറ്റ്സ് ഉണ്ട്. പിന്നെ അയാൾക്ക് കുറേ സംശയങ്ങളും കുറേ ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളെപ്പറ്റി. നിങ്ങളെങ്ങനെ കഴിയുന്നു, നിങ്ങളെങ്ങനെ ഹാപ്പി ആവുന്നു, അങ്ങനെ അതായത് നിങ്ങളെ ചുറ്റിപ്പറ്റി കുറേ ചോദ്യങ്ങൾ. ഞാൻ ഇത്രയും വിഷമിപ്പിക്കുമ്പോൾ അപ്പുറമുള്ള ആളെങ്ങനെയായിരിക്കും, അയാളുടെ ലൈഫ്, അയാൾ വളരെ കാമായിട്ടൊക്കെ തോന്നും, അതല്ലെങ്കിൽ അയാൾക്ക് എന്നെ മിസ്സ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറേ അൺവാണ്ടഡ് ആൻസേഴ്സൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ അയാളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ, അതായത് മൈൻഡിലിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഓരോ ഡ്രാമാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അയാൾ അതിനൊക്കെ തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തും ഒക്കെ ഇങ്ങനെ അയാൾ ഇരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സണ് ഉറക്കം ഒട്ടും തന്നെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡൗട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഓവർ തിങ്കിങ്ങും ഇല്ലാതെ നിങ്ങളെ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഇമാജിൻ ചെയ്തും ഓരോരോ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മൈൻഡിലിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഒട്ടും ഉറക്കമില്ല. രാത്രിയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർത്തും നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ പഴയ മെമ്മറീസും അതല്ലാതെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ഓർത്ത് അയാൾ കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാളുടെ ഉള്ളിൽ അയാളെപ്പോഴും കൊണ്ട് നടക്കുന്നതും വിഷമിക്കുന്നതും എല്ലാം നിങ്ങളെ ഓർത്താണ്. നിങ്ങളുടെ ആ ഒരു മെമ്മറീസിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു വ്യക്തി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അഭിനയിക്കുന്നുമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ മുഖത്ത് എപ്പോഴും വളരെ സൈലൻ്റ് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ഭയങ്കര കൺട്രോളും തോന്നുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ടും നിയന്ത്രിച്ചു കൊണ്ടൊക്കെയാണ് ആ ഒരു വ്യക്തി ജീവിക്കുന്നത്. ഞാൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തരുത് എന്നൊരു ഭാവം ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾ ഭയങ്കര കൂളായിട്ടും കാമായിട്ടൊക്കെ തോന്നുന്നത്. ഉള്ളിൽ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഉരുകിക്കൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭയങ്കരമായിട്ടും വേദന കൊണ്ടും ഒക്കെ ഇങ്ങനെ നമ്മൾ ചുരുണ്ടുകൂടില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവർ. അപ്പോൾ അവരെ നിങ്ങൾ കാണുമ്പോൾ വളരെ കാമായിരിക്കാനും അതിനൊക്കെയാണ് മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഉള്ളിൽ അവർ തന്നെ അവരുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അങ്ങനെയൊക്കെ എത്രയൊക്കെ പ്രോബ്ലംസ്, എത്രയൊക്കെ വിഷമങ്ങളും ഒരുപാട് എന്താ പറയുക നിങ്ങളെ കണക്ട് ചെയ്യണമെന്നൊക്കെ അവർക്ക് തോന്നുമെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പോയില്ല, നീ തിരിച്ച് ഫസ്റ്റ് ഇങ്ങോട്ട് വരണം. അത് അവരുടെ ഉള്ളിൽ നല്ലതുപോലെ ഉണ്ട്. പിന്നെ അവർക്കൊരു ഭയമുണ്ട്, നിങ്ങളിനി വരില്ല എന്ന് ഒരു ഭയമുണ്ട്. കാരണം വെച്ചാൽ അയാൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിങ്ങൾ കൂളായിട്ട് നടക്കുന്നു, നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കുള്ളിൽ സ്നേഹം ഉണ്ടെന്ന് അയാൾക്ക് ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ ചില സമയത്തൊരു സംശയം ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ അയാൾക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അയാളോട് ഫീലിങ്സ് ഇല്ല എന്ന്. പിന്നെ ഇയാൾക്ക് ഇയാളുടെ ഇമോഷൻസും നിങ്ങളെ വിളിക്കണം, നിങ്ങളോട് സംസാരിക്കണം എല്ലാം ഉണ്ട്. അപ്പോൾ ഈഗോ കാരണമാണ് വിളിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇത്ര കൂളായിട്ട് നടക്കുമ്പോൾ ശരിക്കും പറയാം നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ ശരിക്കും ഓർത്തിരുന്ന നിങ്ങൾക്കാണ് അവരെ വേണ്ടതെന്ന്. അതായത് നിങ്ങളാണ് കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ കുടുങ്ങി കിടക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് അവരെ നിങ്ങൾക്ക് നല്ലതുപോലെ വേണം. അപ്പോൾ അങ്ങനത്തേക്കൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഈ ഒരു പേഴ്സണ് ഉണ്ടായിരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെപ്പറ്റി. എന്നാൽ ഇപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ വിചാരിച്ച പോലെയല്ല. അതായത് നിങ്ങളില്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താ പറയുക വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അലട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അവരെ കോൾ ചെയ്യുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ലായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നതും അയാളിപ്പോൾ വിളിച്ചില്ല, സംസാരിച്ചില്ല, അതായത് നിങ്ങളാണ് എപ്പോഴെപ്പോഴും അങ്ങോട്ട് പുറകെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി. അപ്പോൾ ആ ഒരു നിങ്ങളെ അയാൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ ഇട്ടിട്ട് പോകുമ്പോഴല്ലെങ്കിൽ വഴക്കുണ്ടാകുമ്പോഴും പുറകെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു പേഴ്സൺ അല്ല ഇപ്പം നിങ്ങൾ. അപ്പോൾ അതൊക്കെ അയാൾ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ചെറിയ രീതിയിൽ ഹേർട്ടിങ് ആണെങ്കിലും ഒരു വല്ലാത്തൊരു വൃത്തിയിട്ട സ്വഭാവമാണെങ്കിൽ കൂടെ തന്നെയും അയാൾ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. അത് ഞാൻ
ഇവളെന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയില്ല, അല്ലെങ്കിൽ ഇവൻ എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയില്ല, എൻ്റെ പുറകെ എപ്പോഴും കാണും എന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിയാം. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ ചെയ്യില്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് വല്ലാത്തൊരു ഭയമുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും മാറിയോ, അതൊക്കെ കൊണ്ട് തന്നെ അവർ സൈലൻസിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുന്നത്, പിന്നെ ഇനി വരണമെങ്കിൽ അവൾ വരട്ടെ. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊരു വട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് ഒരു റിലേഷൻഷിപ്പിലായി നമ്മൾ കൂടുതൽ ഇരിക്കും, ഒരു ഭ്രാന്തമായിട്ടൊരു അവസ്ഥയുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ, അങ്ങനെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സെയിം അവസ്ഥയിൽ കൂടെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ പറയാൻ പറ്റും ചില സോഡിയാക് വൈസ് നമുക്ക് പറയാൻ പറ്റും ഇത് നമുക്ക് കൂടുതലും മാച്ചിങ് ആയിട്ടുള്ളത് ഏരീസ്, ഫയർ എനർജീസ് ആയിട്ടുള്ള ഏരീസ്, ലിയോ, സാഗിറ്റേറിയസ് ആണ്. സൺ മൂൺ റൈസിങ് സൈൻസ് ഉള്ളവരായിരിക്കാം ഉള്ള ചാൻസ് അവരും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അവർക്കാണ് ആ ഒരു ഇത് കുറച്ച് കൂടുതൽ ഒരു ഇത് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സൺമൂൺ അതായത് 3 ഇത് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ആത്മവിശ്വാസവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കര ഗ്ലോ, അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡള്ളായിട്ട് അങ്ങനെ ഇരിക്കുന്നൊരു സ്റ്റേജല്ല. നിങ്ങൾ സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ തന്നെ ഇന്ന വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഗ്ലോയും നിങ്ങളുടെ കാണാനും ഒക്കെ നല്ലൊരു രീതിയിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഒരു ഇതിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ടും നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ഹൈ ആവുന്നുണ്ട്, ഭയങ്കര ലൗഡ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പ്രോബ്ലം അയാളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ അത്രയും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും എനർജറ്റിക്കും ഭയങ്കര ഫ്രീ സ്പിരിറ്റായിട്ട് ഓടി നടക്കുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ കുറേ കൂടെ ഫ്രീ ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ കൺട്രോളിങ് ആയിരിക്കും, നിങ്ങൾ പുറകെ നടക്കുന്നു, ഇയാൾ ഇട്ടിട്ട് പോകുമെന്നൊരു ഭയം നിങ്ങൾക്ക് നല്ലതുപോലെ. അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി അയാളോട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ട്രോമാസ്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു സ്നേഹം വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ നിങ്ങളുടെ ഓരോ ട്രോമയൊക്കെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇയാളോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും സ്നേഹിക്കാൻ എന്നെ ഇതേപോലെ കെയർ ചെയ്യാനും വേറെ ആരുമില്ല എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം ഇത്രയും ഭ്രാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മാറി വളരെ ഫ്രീ ആയിട്ടൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അയാൾ വിചാരിച്ചതും കണ്ടതും പോലത്തെ ഒരു ടൈപ്പ് അല്ല ഇപ്പം നിങ്ങൾ, കംപ്ലീറ്റ്ലി ചേഞ്ചായി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾക്ക് നിങ്ങളോട് ചെറിയ തരത്തിൽ ഒരു കുശുമ്പെന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊരു തോന്നലും, നിങ്ങളെപ്പോലെ ആവാനും ഒക്കെ ശ്രമിക്കുന്നു. പിന്നെ നിങ്ങൾ കുറേ കൂടെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര കാണാനും ഒക്കെ നല്ല രീതിയിൽ എല്ലാ തരത്തിലൊക്കെ ആയതുകൊണ്ട് അയാൾക്കുള്ളിൽ ഒരു വിചാരമുണ്ട്. നിങ്ങൾ അകലം പാലിച്ച് നിങ്ങൾ പോവുകയാണ്, നിങ്ങളുടെ മനസ്സിൽ അവരില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്നെ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അയാളെ പറ്റിയൊരു ചിന്തയില്ല, അയാളെ ഫോക്കസ് ചെയ്യുന്നില്ല, അയാളെ വേണമെന്നൊരു വിചാരമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വിചാരം എന്നാണ് ആ ഒരു പേഴ്സൺ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന അതായത് നിങ്ങളുടെ ഗ്ലോയും നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ കണ്ട് മൊത്തത്തിൽ തകർന്ന് തരിപ്പടമായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വെച്ച് പറയാൻ പറ്റും നിങ്ങൾ മുന്നോട്ട് പോയെന്നുള്ള ഒരു മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് അതൊക്കെ ഭയങ്കരമായിട്ടൊരു പാനിക് അറ്റാക്ക് പോലെയാണ്. ദൈവമായി പോയോ, നഷ്ടപ്പെട്ടോ, ഇനി തിരിച്ച് വരത്തില്ലേ, അവർ ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് വിളിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾ തിരിച്ച് വരില്ലേ എന്നൊരു പേടി നല്ലതുപോലെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യുന്നത് എല്ലാം വൻ ഫ്ലോപ്പാണ്. ഇപ്പോൾ ഫിനാൻസ് ആയാലും കരിയർ ആയാലും വേറെ ഫ്രണ്ട്ഷിപ്പ് ആയാലും വേറെ ഒന്നിലോട്ടും അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം മാത്രമാണ് അയാളുടെ
ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയും കെയർ ഫ്രീ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പഴയ ലോകത്തേക്ക് ഒന്നും തിരിച്ചു പോകുന്നില്ല. നിങ്ങളുടെ ലൈഫായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അയാൾ നിങ്ങളുടെ ആ ഒരു പഴയ മെമ്മറീസിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ആ പഴയ ഒരു ലോകത്ത് അയാളിപ്പോൾ കംപ്ലീറ്റ്ലി കുടുങ്ങി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന അന്ന് അനുഭവിച്ചിരുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, ഇയാളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ കർമ്മഫലം അയാളിപ്പോൾ തിരിച്ചനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ അയാൾ അവോയ്ഡ് ചെയ്തപ്പോൾ പോയിക്കൊണ്ടിരുന്നത്, അതേപോലെ അതിലും ഭയാനകമായിട്ടുള്ള വേർഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജിയിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും ഒക്കെ തോന്നും. പക്ഷേ ഉള്ളിൽ ഭയങ്കര പ്രോബ്ലംസാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ടെലിപ്പത്തിക്കലി കണക്ഷൻസ് ഒക്കെ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജസും അയാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെത്രയൊക്കെ മിണ്ടാതിരുന്നാലും അവരുടെ മൈൻഡിൽ നിങ്ങളെ വിളിക്കുന്നതും അവർക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ ടെലിപ്പതി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ മിണ്ടാതിരുന്നാൽ അയാൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾക്ക് പോകാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ എനർജി ഇപ്പം നിങ്ങൾ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മാഗ്നറ്റായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് വേണ്ടത് നമ്മൾ തിരഞ്ഞു പോവാതെ അത് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നിങ്ങളിപ്പോൾ ആ ഒരു തരത്തിൽ ഒരു എനർജിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളായിട്ട് നല്ല രീതിയിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കണക്ഷൻസും ഒക്കെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റും ഈ സൈലൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡ് അല്ല. അപ്പോൾ അയാൾ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ നിങ്ങളെ കണക്ട് ചെയ്യണമെന്നുണ്ട്. അയാൾ എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അയാൾക്ക് ഇങ്ങനെ നിങ്ങളുടെ എനർജി അങ്ങോട്ട് ചെല്ലുന്നവരും കൂടുതൽ ഭ്രാന്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് അയാൾ നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു എനർജിയിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വളരെ നിശബ്ദമായിട്ട് തന്നെയാണ് നിങ്ങളെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു സിഗ്നൽ കാത്തിരിക്കുകയാണ്. അതായത് നിങ്ങളൊന്ന് വിളിക്കുമോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുമോ എന്ന് എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ചിരിച്ചാൽ മതി, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു കാര്യം നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ മതി എന്നും പറഞ്ഞാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന സൈലൻസും നിങ്ങളിപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയും തന്നെയാണ് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ചുള്ളൊരു റിപ്ലൈ എന്ന് പറയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങൾ പറയാത്ത കാര്യങ്ങളും നിങ്ങൾ കാണിക്കാത്ത കാര്യങ്ങളും നിങ്ങൾ പറയാത്ത മെസ്സേജസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ ഹണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ കാര്യങ്ങളൊക്കെ അവിടെ തലയിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ പഴയ മെമ്മറീസും എല്ലാം കൂടിയിട്ട് മൊത്തം ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് വളരെ കാമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്നത് തന്നെയാണ് വേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിളിക്കാതെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെല്ലും എന്നോർത്ത് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ശരിക്കും ഹീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഒരു സറണ്ടർ സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് കുറേ ഒരു ഒട്ടും ഇരിക്കാതെ വരുന്നൊരു ടൈം വരുമ്പോൾ ആ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ തന്നെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.